നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന, സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. നമ്മുടെ രക്ഷയ്ക്കായി സ്വർഗം നൽകപ്പെട്ട ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നത്: ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധ ബൈബിളിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭാവി ഉൾക്കൊള്ളയിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം രക്ഷയിലേക്ക് നയിക്കുന്ന നാമമാണ്. ഉത്കണ്ഠകൾ, ആകുലതകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിന്നെ രക്ഷിക്കുന്ന നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തു ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: നിങ്ങളുടെ ആകുലതകൾ, നിങ്ങളുടെ ഉത്കണ്ഠകൾ എനിക്ക് സമർപ്പിക്കുകയും, നിങ്ങളുടെ ആകുലതകൾ, ഉത്കണ്ഠകൾ എനിക്ക് സമർപ്പിക്കുകയും, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തും, തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ജീവിതത്തിന്റെ ഉത്കണ്ഠകൾ, നിന്റെ ജീവിതത്തിന്റെ ആകുലതകളെ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ സമർപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന് നിന്റെ ആകുലതകളെയും നിന്റെ ഉത്കണ്ഠകളെയും നീ സമർപ്പിക്കുമ്പോൾ തക്ക സമയത്ത് നിന്റെ ജീവിതത്തെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ നീ ഇന്ന് ലഹരി വസ്തുക്കളെ അടിമത്തത്തിൽ അത് ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ ആഗ്രഹമുണ്ട്, ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിൽ നിന്നും രക്ഷപ്പെടാൻ, വിടുതൽ നേടാൻ നിനക്ക് പറ്റാത്ത വിധത്തിൽ നീ അതിന്റെ അടിമത്തത്തിൽ കഴിയുന്നുണ്ടായെങ്കിൽ, നീ അതിന്റെ അടിമത്തത്തിലൂടെ പോകുന്നുണ്ടായെങ്കിൽ നിന്നെ വിമോചിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിൽ നിന്ന് നിന്നെ വിമോചിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു. നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ യേശു ക്രിസ്തുവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്നെ കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ യേശു ക്രിസ്തുവിന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിക്കണം. നീ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിലേക്ക് നീ വിളിക്കണം. ആരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചിട്ടുണ്ടോ